കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ ഓണം എക്സാം ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൂചന. നീലി ചിടിയ കവിത കെ ഏ പങ്ക്തിയാ പഠേ അവർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. അപ്പോൾ നീലി ചിടിയ എന്ന് പറഞ്ഞ ഈ കവിതയുടെ ഈ വരികൾ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? നീലേ ആസ്മാൻ സേ ഉദരി, നീലാകാശത്തു നിന്ന് ഇറങ്ങി, നീലിയേക്ക് നിരാലി ചിടിയ. അപ്പോ നീല കളറിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു പക്ഷി. ഗാത്തി ഉടനെ വാലി ചിടിയ, പാട്ടുപാടി പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനേ വാലി ചിടിയ, പറന്ന് പാടുന്ന പക്ഷി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന കവിത. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാ കവിതാംശ സേ സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. അപ്പോ ഈ കവിതയുടെ ഈ കവിതാ ഭാഗത്ത് നിന്ന് സമാന ആശയം തരുന്ന, അപ്പൊ താഴെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് സമാനമായ വരികള് കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ്. അപ്പൊ എന്ത് വരിയാ തന്നിരിക്കുന്നത് താഴെ? നീലേ ആസ്മാൻ സേ ഏക അനോഖി നീലി ചിടിയ ഉദരി. അപ്പൊ നീലാകാശത്ത് നിന്ന് ഒരു വിചിത്രമായ നീലപക്ഷി പറന്നു വന്നു എന്നുള്ളതാണ്. അപ്പൊ അതേതാണ്? ആ കവിതാ ഭാഗത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ വരി നീലേ ആസ്മാൻ സേ ഉദരി നീലിയേക്ക് നിരാലി ചിടിയ എന്നെഴുതിയ ആൻസർ ആയി. ഓക്കെ, ഇനി ഖാ ക്വസ്റ്റ്യൻ കവിതാസേ ചുൻകർ ലിഖേം. കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാനാണ്. ജൈസേ, ഉദാഹരണത്തിന് ഉടനെ വാലി. ഉടനെ വാലി എന്ന് പറയുന്ന പോലെ അതേപോലെ സിമിലർ ഉള്ള വേർഡ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഉടനെ വാലി പോലെ നമുക്ക് വേറെ എഴുതാം, ഗാനേ വാലി എഴുതാം അല്ലെ. അപ്പൊ ഗാനേ വാലി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഗാ ചിത്ര ദേഖേം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം നോക്കാനാണ് പറയുന്നത്. ദോ വാക്യ ലിഖേ, എന്നിട്ട് 2 വാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത് ആ ചിത്രത്തെ കുറിച്ച്. ഒന്നെന്താ? യഹ് ഏക് സുന്ദർ ചിടിയാ ഹേ, ഇതൊരു സുന്ദരമായ ഒരു പക്ഷിയാണ്. പിന്നെ വേറെന്താ എഴുതാം? ചിടിയ ഗാനാ ഗാത്തേ ഹുയേ ഉഡീ രഹി ഹേ, പക്ഷി പാട്ട് പാടിക്കൊണ്ട് പറക്കുന്നു എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2ന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, അപ്പൊ എയുടെ സൂചന തന്നിട്ടുണ്ട്. രൂരു കഹാനിക യഹ് അംശപ്പെടെ അവർ പ്രശ്നമൊക്കെ ഉത്തരലിഖേ. അപ്പൊ രൂരു എന്ന് പറഞ്ഞ ആ കഥയുടെ കുറച്ച് ഭാഗമാണ് തന്നിരിക്കുന്നത്. അത് വായിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? രൂരു ചിടിയാക്കെ സാത്ത് ചൽപ്പട. രൂരു എന്ത് ചെയ്തു? പക്ഷിയുടെ കൂടെ നടന്നു. ബച്ചേ ജമീൻ പർ ബേഹാൽ പടേ ഹുയേത്തെ. അപ്പോ എന്താ നോക്കിയപ്പോ ബച്ചേ കുട്ടികള് നിലത്ത്, ജമീൻ പർ നിലത്ത് എന്താണ് അവശരായിട്ട് കിടക്കുകയായിരുന്നു. ചിടിയ ജോർ സേ രോയി, പക്ഷി എന്ത് ചെയ്തു? ഉറക്കെ കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉഡ്താ ഹുവ ആയ. അപ്പോ അവന്റെ ശബ്ദം കേട്ട് അവിടെ കൂട്ടുകാരൊക്കെ അവിടെ ഓടി വന്നു. സാത്തി എന്ന് വെച്ചാൽ പങ്കാളി എന്ന് അർത്ഥമുണ്ട്. ഓക്കെ, അവരൊക്കെ അവൻ ഓടി വന്നു. ഉൻ ദോനോക്ക് ഉദാസ് ദേഖ്. അപ്പൊ അവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് രൂരുവിന് ഖ്യാൽ ആയ, രൂരുവിന് ഒരു ആശയം തോന്നി. എന്താണ്? ഒരു ഐഡിയ തോന്നി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ബാക്കി കഥയിൽ അവിടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ചിടിയാക്കി സാത്ത് കോൺ ചൽപ്പട. അപ്പൊ പക്ഷിയുടെ കൂടെ ആരാണ് നടന്നതെന്ന്. അപ്പൊ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് രൂരു ചിടിയാക്കെ സാത്ത് ചൽപ്പട. അപ്പൊ ആരാണ് ആൻസർ? രൂരു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ കോൺ സോർസേ രോയി, ആരാണ് ഉറക്കെ കരഞ്ഞത്? ആരാണ്? ചിടിയ സോർസേ രോയി എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചിടിയ എന്നുള്ളതാണ് ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതേണ്ടത്. ആണ് ആ ചിടിയ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇനി ഗ ക്രമശേലിക്ക്, ക്രമമായിട്ട് എഴുതാനാണ് പറയുന്നത്. ക്രമം തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്, ക്രമമായിട്ട് എഴുതാനാണ്. ഒന്നാമത് എന്താ പറയുന്നത്? ചിടിയാക്കി ആവാ സുൻകർ ഉസ്കാ സാത്തിയായ. ചിടിയുടെ ശബ്ദം കേട്ടിട്ട് സാത്തി അടുത്ത് വരുന്നു. അടുത്തത് ആയില് ചിടിയ ഔർ സാത്തി ഉദാസ് ഹുയെ. അപ്പോ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ബച്ചേ ജമീൻ പർ ബേഹാൽ പടേത്തെ. അപ്പോ കുഞ്ഞുങ്ങള് നിലത്ത് അവശരായിട്ട് കിടക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം എന്താ സംഭവിക്കുന്നത്? ആദ്യം സംഭവിക്കുന്നത് ബച്ചേ ജമീൻ പർ ബേഹാൽ പടേത്തെ, അതാണ് ഒന്നാമതായിട്ട് വരുന്നത്. കുട്ടികള് നിലത്ത് അവശരായി കിടക്കുമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് അല്ലേ. അപ്പോ അത് കണ്ട് ചിടിയ കരയുന്നു. അപ്പൊ അടുത്ത് ഏത് വരും? ആ വരും. ചിടിയാക്കി ആവാസ് സുൻകർ ഉസ്കാ സാത്തിയായ. അപ്പോ ആ കിളിയുടെ ശബ്ദം കേട്ട് സാത്തി വന്നു എന്ന് പറയുന്നത്. അടുത്താണ് രണ്ടാമത്തത്. അപ്പോ ആയാണ് രണ്ടാമത് വരുന്നത്. ഇനി മൂന്നാമത് ആയാണ്. ചിടിയ ഔർ സാത്തി ഉദാസ് ഹുയേ. അപ്പൊ കിളിയും ആ സാത്തിയും വളരെയധികം വിഷമിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ ആ എന്നുള്ളതാണ് ശരിയായ ഓർഡർ. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അത് എഴുതാൻ അറിയില്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 2ന്റെ ബി സൂചന. രൂരു കഹാനിക യഹ അംശപ്പെടെ അവർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. അവിടെയും രൂരു കഥയിലെ കുറച്ച് ഭാഗമാണ് തന്നിരിക്കുന്നത്. എന്താ നോക്കാം. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത്ത. രൂരു ഒരു കങ്കാരുവിന്റെ കുട്ടിയായിരുന്നു. കങ്കാരുക്കെ ബച്ചോങ്കെ ജോയ്സ് കഹത്തെ ഹെ. കങ്കാരുവിന്റെ കുട്ടികളെ ജോയ്സ് എന്നാണ് പറയുന്നത്. വൈസെ ഹി ജൈസെ കുത്തേക്കെ ബച്ചേക്കോ പില്ല അവർ ബില്ലിക്കെ ബച്ചേക്കോ ബിലൌട്ട കഹത്തെ ഹെ. അതായത്
അതായത് പട്ടിയുടെ കുഞ്ഞുങ്ങളെ, നായയുടെ കുഞ്ഞുങ്ങളെ പില്ല എന്ന് വിളിക്കുന്ന പോലെയും പൂച്ചയുടെ കുഞ്ഞുങ്ങളെ ബിലൗട്ട എന്ന് വിളിക്കുന്നത് പോലെയും കങ്കാരുവിന്റെ കുഞ്ഞുങ്ങളെ ജോയ്സ് എന്ന് വിളിക്കുന്നു. ഉസ്കി അമ്മി ഉസേ രൂരു ബുലാത്തി തി. അപ്പോ പക്ഷേ കങ്കാരുവിന്റെ കുഞ്ഞിനെ ഇവിടെ അവന്റെ അമ്മ അവനെ രൂരു എന്നാ വിളിച്ചിരുന്നത്. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ബഹു ഹമേഷ രോത്താ രഹത്താത്ത, കാരണം അവ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് അവനെ എന്താ രൂരു എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. കോൺ ഹമേഷ രോത്താ രഹത്താ ഹെ. അപ്പൊ ആരാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പൊ ആരാണ്? ഓപ്ഷൻ ആ തന്നെ എഴുതാം, രൂരു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സഹി പ്രസ്താവ് ചുൻകർ ലിഖി. ഇതിന് ശരിയായിട്ടുള്ള പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതാനാണ്. ആ ഓപ്ഷൻ ആ ഏതാണ്? രൂരു കങ്കാരു കാ ബച്ചാ ഹെ. രൂരു കങ്കാരുവിന്റെ കുട്ടിയാണ്. ശരിയല്ലേ? അപ്പൊ ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ആ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമൂനയ്ക്ക് അനുസാർ പൂർത്തീകരെ. അപ്പൊ മാതൃക പോലെ പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ എന്താ മുർഗിയുടെ കുഞ്ഞിനെ ചൂസാന്ന് പറയുന്ന പോലെ കുത്തയുടെ കുഞ്ഞിനെ എന്താ പറയുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിച്ചു, എന്താ കുത്തയുടെ കുഞ്ഞിനെ പില്ല എന്ന് പറയാം. അപ്പൊ പില്ല എന്ന് എഴുതിയ മാർക്ക് കിട്ടും. ഇനി അടുത്ത് ജോയ്സ് എന്ന് അടുത്ത കുളത്തിൽ തന്നിട്ടുണ്ട്, കുട്ടിയുടെ പേരാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തിന്റെ കുട്ടിയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ജോയ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആരുടെയാണ്? കങ്കാരുവിന്റെയാണ്. അപ്പോൾ കങ്കാരു എന്ന് എഴുതിയ മാർക്ക് കിട്ടും. ഇനി അടുത്ത് ബില്ലി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പൂച്ചയുടെ കുഞ്ഞിനെ ബിലൗട്ട എന്ന് ആണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ബിലൗട്ട എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ശരിയുത്തരം മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 3 എയും ബിയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അവിടെ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ 3ന്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. സൂചന ചിത്ര ദേഖിയും പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. അപ്പൊ ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. അവിടെ ചിത്രത്തിൽ എന്താ തന്നിരിക്കുന്നത്? രാഷ്ട്രീയ പക്ഷി ദിവസത്തിനാണ്. ഓക്കെ, ദേശീയ പക്ഷി ദിവസമാണ് എന്ന് 5 ജനുവരി. അപ്പൊ ജനുവരി 5 ആണ്. പിന്നെ പഞ്ചി ആയേം പ്യാസ് ബുജായേം എന്ന് വെച്ചാൽ പക്ഷി വരൂ ദാഹം ശമിപ്പിക്കൂ എന്ന് പറഞ്ഞൊരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവര് എന്താ പിള്ളേര് എന്താ വെള്ളമൊക്കെ കൊടുക്കും, വെള്ളം ഇങ്ങനെ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി ഒരു മരച്ചില്ലയില് ക്രമീകരിക്കുന്ന ഒരു പിക്ചറാണ് അവിടെ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ രാഷ്ട്രീയ പക്ഷി ദിവസ് കബ് മനാത്താ ഹെ. അപ്പൊ അതിന് നമുക്ക് കിട്ടും രാഷ്ട്രീയ പക്ഷി ദിവസം എന്നാണ് ആഘോഷിക്കുന്നത്? 5 ജനുവരി എന്ന് കിട്ടും. അപ്പൊ ജനുവരി 5 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചിത്ര ദേഖേം. ചിത്രം നോക്കൂ ബിന്ദുവോं സഹായതാസെ വിവരൺ തയ്യാർ കരേ. അപ്പൊ ചിത്രം നോക്കിയിട്ട് ആ ബിന്ദുക്കളുടെ അവിടെ തന്നിരിക്കുന്ന സഹായക ബിന്ദു എന്ന് പറഞ്ഞ് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ സഹായത്തോടുകൂടെ വിവരൺ തയ്യാറാക്കാനാണ്. അപ്പോൾ ആ ചിത്രത്തെ കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ ആ സൂചനാ വാക്കുകൾ അവിടെ തന്നിട്ടുള്ളത്? മിൽക്കർ തയ്യാറി കർണ എന്ന് വെച്ചാൽ മിൽക്കർ തയ്യാറി കർണ എന്ന് വെച്ചാൽ ഒന്നിച്ചിരുന്ന് തയ്യാറെടുപ്പുകൾ നടത്തുക എന്നാണ്. പക്ഷി ദിവസ് മനാന എന്ന് വെച്ചാൽ പക്ഷി ദിനം ആഘോഷിക്കുക. പീനേക്ക പാനി രഖ്ന എന്ന് വെച്ചാൽ കുടിക്കാൻ വെള്ളം വയ്ക്കുക. സഹജീവോം സെ പ്യാർ കർണ എന്ന് വെച്ചാൽ സഹജീവികളെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവിടെ സഹായക ക്രിയകളായിട്ട് തന്നിട്ടുള്ളത്. നമുക്കിതിന് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. അപ്പൊ നമുക്ക് പക്ഷി ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് എന്താ എഴുതാം? ബച്ചെ മിൽക്കർ പക്ഷി ദിവസ് കി തയ്യാറി കർ രഹേ ഹേ. അപ്പൊ കുട്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പക്ഷി ദിവസത്തിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. വേ 5 ജനുവരി കോ രാഷ്ട്രീയ പക്ഷി ദിവസ് മനാത്തെ ഹേ. അവര് ജനുവരി 5 ദേശീയ പക്ഷി ദിവസമായി ആഘോഷിക്കുകയാണ്. ബച്ചെ പക്ഷിയോ കെ ലിയെ പീനെ കാ പാനി രഹത്തെ ഹേ. എന്നിട്ട് എന്താ എഴുതാം അവിടെ? കുട്ടികള് പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ അവിടെ വെക്കുന്നുണ്ട്. വേ പക്ഷിയോ കെ ലിയെ ദാനാഭി ദേത്തെ ഹേ. എന്താ വേറെന്താ എഴുതാം? പക്ഷികൾക്ക് വേണ്ടി ധാന്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്ന് ആ പിക്ചറിൽ നിന്ന് നോക്കി അവിടെ എഴുതാം. പിന്നെ എന്താ എഴുതാം? ഏഹ ചിത്ര ദിഖാത്താ ഹേ കി ഹമേം സഹജീവോം സെ പ്യാർ കർണ ചാഹിയേ. അപ്പോ സഹജീവികളെ സ്നേഹിക്കണമെന്ന് ഈ ചിത്രം നമ്മെ കാണിക്കുന്നു എന്നുള്ളൊരർത്ഥം കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഈ ഒരു ആശയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതറിയില്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ? 3B സൂചന രൂരു കഹാനി കാ യഹ അംശപ്പെടെ और प्रश्नों के उत्तर लिखे. നേരത്തെ പോലെ തന്നെ രൂരുവിന്റെ ആണ്. എന്താ? രുക്കോ ജാവോ മത്. എന്താ പറയുന്നേ? നിക്ക് പോകരുത് എന്ന് പറയുന്നു. ചിടിയാക്കെ പീച്ചെ കൂദ്ന ഹുവ രൂരുനെ ചില്ലായ. അപ്പോ ആ പക്ഷിയുടെ പിറകെ ഇങ്ങനെ ഓടിപ്പോയിട്ട് ആര് പറയാണ്? ആരാണ് ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? രൂരു ആണ് ചില്ലായ, അലറി വിളിക്കുവാണ്. അപ്പോ ചിടിയാ ബോലി, പക്ഷി പറഞ്ഞു, മേ രുക്നഹി സക്തി, എനിക്ക് നിക്കാൻ പറ്റില്ല. ബഹുത് ബുരാ ഹോ ഗയാ ഹെ. എന്താ വലിയൊരു ആപത്ത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോ എന്താ ചോദിക്കുന്നത്? ക്യാ ബുരാ ഹുവാ? എന്ത് ആപത്താണ്, എന്ത് മോശം കാര്യമാണ് സംഭവിച്ചത് എന്ന്. അപ്പോ എന്താ പക്ഷി പറയുന്നത്? അപ്പൊ പക്ഷി പറയാണ്, പിച്ച്ലി രാത് ഭയാനക തൂഫാനായാത്ത. അപ്പോ ഇന്നലെ രാത്രി ഒരു വലിയ കൊടുങ്കാറ്റ് വന്നിരുന്നു എന്നവിടെ പറഞ്ഞു നിർത്തുവാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. കിസ്നെ ചില്ലായ. ആരാണ് അലറി വിളിച്ചത്? ആരാണ് അവിടെ ചില്ലായ എന്ന് പറഞ്ഞത്? അവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് രൂരുനെ ചില്ലായ. അപ്പൊ ആൻസർ എന്താണ്? രൂരു എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബാത് ചീത് കി പൂർത്തീകരെ.
അപ്പൊ സംഭാഷണം പൂർത്തിയാക്കാനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്, നമ്മൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത്. എന്തെഴുതാം? രൂരു പറയാം, രുക്കോ രുക്കോ ജാവോ മത്, നിക്ക് പോകല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ തന്നിട്ടുള്ള ഭാഗത്തിൽ നിന്ന് തന്നെ എടുത്തെഴുതാം. അപ്പൊ ചിടി എന്ത് പറയും? എന്താ പറഞ്ഞ്? നിക്കാൻ പറ്റില്ല, ഒരു മോശം കാര്യം നടന്നിരിക്കുന്നു എന്നല്ലേ. അപ്പൊ അതെങ്ങനെ പറയും? മെയിൻ രുക് നഹി സക്തി, അവിടെ തന്നെ ഉണ്ട്, അതെടുത്തെഴുതിയാൽ മതി. ബഹുത് ബുരാ ഹോ ഗയാ ഹെ, വളരെ മോശമായിട്ടൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന, വലിയൊരു ആപത്തുണ്ടായിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ രൂരു പറയും എന്താ? രൂരു അവിടെ എന്താ പറഞ്ഞ ആ പാരഗ്രാഫില്? ക്യാ ബുരാ ഹുവാ, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പക്ഷി എന്ത് പറയാണ്? പിച്ചിലി രാത് ഭയാനക തൂഫാൻ ആയാത്ത, അപ്പോ ഇന്നലെ രാത്രി ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു എന്ന് പക്ഷി പറയുന്നു. ബാക്കി നമ്മളോട് എഴുതാനാണ്, അവിടെ ഭാഗത്തിൽ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ച് എഴുതാനാണ്. നമുക്ക് എന്തെഴുതാം? രൂരു എന്ത് പറയും? ഫിർ ക്യാ ഹുവാ, പിന്നെ എന്തു പറ്റി എന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ ചിടിയ പറയും തൂഫാൻ മേ ഹോസല ഗിർ ഗയ, അപ്പോ എന്താണ്? ആ കൊടുങ്കാറ്റില് കൂട് തകർന്നു പോയി, അല്ല വന്ന് വീണുപോയി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൂചന 5 സാർത്ഥക ശബ്ദ ഢൂണ്ടേ ലിഖേ. അപ്പൊ അവിടെ എന്താണ്? സാർത്ഥക ശബ്ദ. അപ്പൊ അവിടെ കുറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് വാക്കുകൾ കണ്ടെത്തി എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ആ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്ര എണ്ണം? 1 2 3 4 5 എണ്ണം എഴുതണം എന്നാണ് പറയുന്നത്. 5. ഓക്കെ, അപ്പൊ അവിടെ ഏതൊക്കെ എഴുതാം? ആദ്യം തന്നെ ആസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ആകാശം എഴുതാം. പിന്നെ കാഗസ്, കടലാസ് എഴുതാം. പിന്നെന്താ? ജമീൻ എഴുതാം, നിലം എഴുതാം. പക്ഷി എഴുതാം. പിന്നെ പാനി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതവിടെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതവിടെ സർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയും വാക്കുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും 5 അർത്ഥവത്തായ വാക്കുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. സൂചന ബാദൽ കവിതാക്കി ഏ പങ്ക്തിയാ പടേ അവർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. അപ്പൊ ബാദൽ എന്ന് പറയുന്ന കവിതയാണ്, നമ്മൾ പഠിച്ച കവിതയാണ്. അപ്പൊ അതിലെ കുറച്ച് വരികൾ കവിതാഭാഗം തന്നിട്ടുണ്ട്. അപ്പൊ എന്താ തന്നിരിക്കുന്നത്? മോർ മകൻ മൻ ചൂം ചനൻ ചൻ. അപ്പൊ എന്താണ്? അവിടെ മയില് സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അർത്ഥം തരുന്നതാണ്. ചൂം ചൂം കർ നാച്ച് ദിഖായേ, എന്താണ്? ആടി ആടി നൃത്തം ചെയ്യുന്നു മയില്. ഖുഷ് ഹോക്കർ ഗാനാ ഗായെ, പിന്നെ എന്താണ്? അത് മാത്രമല്ല സന്തോഷത്തോടെ പാടുകയും ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട് മയില്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അടുത്ത പാരയിൽ എന്താ പറയുന്നത്? ബർസേ ബാദൽ എന്ന് വെച്ചാൽ ബാദൽ മഴ, മേഘം പെയ്യുന്നു, അതായത് മഴ പെയ്യുന്നു എന്നാണ്. കളകള ചൽ ചൽ, അപ്പൊ ആ പെയ്യുന്ന ശബ്ദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കളകള ചൽ ചൽ തൈർ ചലി കാഗസ് കി നയ്യ. ഓക്കെ, എന്താണ്? അടുത്ത തൈർ ചലി കാഗസ് കി നയ്യ, കടലാസ് കൊണ്ടുണ്ടാക്കിയ വള്ളം ഇങ്ങനെ ഒഴുകി നടക്കുന്നു. പൂൻ ചൂടാക്കർ ഭാഗി ഗയ്യ. അപ്പൊ എന്താണ് അടുത്ത് പറയുന്നത്? പൂൻ ചൂടാക്കർ, അപ്പോ വാൽ പൊക്കി അല്ലെങ്കിൽ വാൽ ഉയർത്തിയിട്ട് ഭാഗി ഗയ്യ, ഓടുന്നു. ഭാഗി എന്ന് വെച്ചാൽ ഓടുന്നു. ആര്? പശു. ഗയ്യ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. കാ പൂൻ ചുടാക്കർ കോൺ ഭാഗ്തി ഹേ. അപ്പോ വാൽ ഉയർത്തി ആരാണ് ഓടുന്നത്? ആരാണ് ഓടുന്നത്? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ആരാണ്? പശു എന്നാ പറഞ്ഞത്, ഗയ്യ അല്ലെ. അപ്പൊ ഓപ്ഷൻ ഏതാണ് നോക്കി? ആദ്യം പറയുന്നു ബാദൽ, മേഘമാണോ? അല്ല. മോർ, മയിലാണോ? അല്ല. ഈ ഗായ് എന്നുള്ളതാണ് പശു. ശരിയായിട്ടുള്ള ഉത്തരം. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഖാ ക്വസ്റ്റ്യൻ. നമൂനയ്ക്ക് അനുസാർ ഏക്ക് ജോഡാ ചുൻകർ ലിഖേ. അപ്പോ അവിടെ മാതൃക പോലെ ഒരു ജോഡി തിരഞ്ഞെടുത്ത് എഴുതാനാണ്. മകൻ ചനൻ. അപ്പൊ അവിടെ ഒരു റൈമിംഗ് വേർഡ് പോലെ അല്ലെ. അപ്പൊ നമുക്ക് അവിടുന്ന് വേറെ ഏതൊക്കെ എഴുതാം? നയ്യ ഗയ്യ എഴുതാം, ദിഖായേ ഗായേ എന്ന് എഴുതാം. ആ ഒരു സെയിം ശബ്ദത്തിൽ അവസാനിക്കുന്ന. അപ്പൊ ദിഖായേ ഗായ എഴുതാം, അല്ലെങ്കിൽ നയ്യ ഗയ്യ എന്നൊക്കെ എഴുതാം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആൻസർ ശരിയാണെങ്കിൽ കിട്ടും മാർക്ക്. ഓക്കെ, അടുത്ത ഗാ ക്വസ്റ്റ്യൻ. ഇസ് ചിത്രക്ക് ആശയ വാലി പങ്ക്തിയാം കവിതാസേ ചുൻകർ ലിഖിയ. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആരുടെയാണ്? മയില്. അപ്പൊ മയിലിന്റെ ആ ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി മയിലുമായിട്ട് ബന്ധപ്പെട്ട വരികൾ ആ കവിതയിൽ നിന്ന് എഴുതാനാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ 3 വരി എന്താണ്? മയിലിനെ കുറിച്ചാ പറഞ്ഞത് അല്ലെ. മയില് സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നു. മോർ മകൻ മൻ ചൂം ചനൻ ചൻ ചൂം ചൂം കർ നാച്ച് ദിഖായേ ഖുഷ് ഹോക്കർ ഗാനാ ഗായേ. അപ്പൊ ആ 3 വരി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. സൂചന ഗദ്യാംശ പടേ അവർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. അപ്പൊ അവിടെ ഒരു ഗദ്യഭാഗം തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താ കൊടുത്തിരിക്കുന്നത്? സ്വതന്ത്രത ഹമാര അധികാർ ഹേ. അപ്പൊ സ്വാതന്ത്ര്യം നമ്മുടെ അധികാരമാണ്. 1947 ഓഗസ്റ്റ് 15 കോ ഭാരതിനെ അംഗ്രേസോം സേ സ്വതന്ത്രത പ്രാപ്തിക്ക്. അപ്പൊ 1945 ഓഗസ്റ്റ് 15 എന്താ ഭാരതീയർക്ക് ഇംഗ്ലീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഹമാര ദേശ് ഹർ സാൽ 15 ആഗസ്റ്റ് കോ സ്വതന്ത്രത ദിവസ് മനാത്തേ ഹേ. അപ്പോ ഹമാര ദേശ്, നമ്മുടെ ദേശം, നമ്മുടെ രാജ്യം, ഹർ സാൽ ഓരോ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിവസമായിട്ട് ആഘോഷിക്കുന്നു. അപ്പൊ നമ്മുടെ നാളെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിവസം വരുന്നത്
അല്ലെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഇവിടെ ഇതിനിടയിൽ നേരുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതിനെ അംഗ്രേസോं से कब स्वतंत्रता प्राप्त की? അപ്പോ ഭാരത് ഇംഗ്ലീഷുകാരിൽ നിന്ന് എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്? പ്രാപ്തിക്ക് സ്വാതന്ത്ര്യം നേടിയത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15 को എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ സ്വതന്ത്രതാ ദിവസ് കാ സന്ദേശ് ദേനെ വാല ഏക് പോസ്റ്റർ തയ്യാർ കരെ. ഒരു പോസ്റ്റർ ആണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു മോഡൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ സന്ദേശമൊക്കെ കൊടുത്ത് കുറച്ച് പിക്ചറൊക്കെ വരച്ച് അടിപൊളിയായിട്ടൊക്കെ വരച്ച് ആശയം വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ചെറിയൊരു സ്വതന്ത്രതാ ദിവസ് എന്ന് പറഞ്ഞു, 15 ഓഗസ്റ്റ് എന്ന് പറഞ്ഞു, സബ്കോ സ്വതന്ത്രതാ ദിവസ് കി ബധായി, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ എന്ന് പറഞ്ഞു, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മെസ്സേജ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ ഓണം എക്സാമിന് ചോദിച്ച ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ആൻസർ കീയും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവീസ് സൈനിങ് ഓഫ്.